എൻ്റെ കൃഷിത്തോട്ടം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫ്രാൻസിസ്ക എഡ്വേർഡ്. ഞാൻ വാഴയ്ക്ക് വളമിടുവാണ്, 2-ാം മാസത്തെ വളമിടുകയാണ്. അപ്പം ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടിലെ കാഷ്ടമെല്ലാം താഴെയൊരു ഷീറ്റിട്ട് അത് ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് ഇതുപോലെ കളക്ട് ചെയ്യുക. ഇടയ്ക്ക് കുമ്മായം ഇടും സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനെ ഓരോ ആഴ്ചയും നമുക്ക് കിട്ടുന്ന ഈ കാഷ്ടങ്ങൾ ശേഖരിച്ച് ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ ഇത് കണ്ടോ, ഇത് കോഴിയുടെ കാഷ്ടം, ഇത് മുയലിൻ്റെ കാഷ്ടം. മുയലുണ്ട്, അപ്പം മുയലിൻ്റെ കാഷ്ടമാണ് കണ്ടോ, മുയലുകളിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു മുയലുണ്ട്. മുയലിൻ്റെ കാഷ്ടം കിട്ടും നമുക്ക്. പിന്നെ നാടൻ കോഴിയുടെ, പിന്നെ നമുക്ക് ഇത് നമ്മുടെ എൻ്റെ പേര് കാടക്കുട്ടികൾ, വെള്ള കാടയുണ്ട്, കാടയുടെ കാഷ്ടം വീഴുന്നുണ്ട്. പിന്നെ ഇതുണ്ട്, മുയൽ കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ട്, കുഞ്ഞുങ്ങളുടെ കാഷ്ടമെല്ലാം വീഴുന്നു. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഒത്തിരി കോഴികളുണ്ട്. ഈ കോഴിയുടെ കാഷ്ടമെല്ലാം നമ്മൾ ഒരാഴ്ച കൂടുമ്പം കളക്ട് ചെയ്ത്, ഈ ടെറസിൽ തന്നെയാണ് കൂട്. അപ്പം കൂട്ടിൽ നിന്ന് നമ്മൾ കോഴി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ, കൂട്ടിൽ നിന്ന് നമ്മൾ ഈ ഈ വളങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഉണ്ടോ, ഇഷ്ടംപോലെ കോഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വളം നമ്മളെങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്രദമാക്കി എടുക്കണം. അതിന് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിനെ ആദ്യം ഞാൻ ഇവിടെ ബക്കറ്റിലാക്കും. ഇവിടെ നമ്മുടെ BSL ലാർവ ആദ്യത്തെ ഇന്ന് ഞാൻ കാഷ്ടം കോരിയിട്ടുണ്ടെങ്കിൽ ഞാനത് ഈ ബക്കറ്റിലാക്കും. ബക്കറ്റിലെന്ന് വെച്ചാൽ ഈ പുഴുക്കളെ കണ്ടോ, ഇതിനകത്ത് പുഴുവുണ്ട്. ഈ പുഴുക്കളെല്ലാം കൂടെ ഓരോ ദിവസവും ഞാൻ കോഴിക്ക് ഇട്ട് കൊടുക്കും. എന്നുവെച്ചാൽ കുഞ്ഞു കോഴികളുണ്ട്. ഇന്ന് രാവിലത്തെ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി വീണ പുഴുക്കളാണിത്. ഇതിനകത്ത് പുഴുക്കൾ ഇനി വീഴുമത്. രാവിലെയും വേറെ കുപ്പിയിലെടുത്ത് കാണിക്കുക. ഇതിലെടുത്ത് മാറ്റിയതായിരുന്നു. BSL ലാർവയും നമ്മൾ കളക്ട് ചെയ്ത് കോഴികൾക്ക് കൊടുക്കും ആദ്യത്തെ ആഴ്ച. രണ്ടാമത്തെ അതിൻ്റെ അകത്ത് പുഴു കിടക്കുന്നുണ്ട് കണ്ടോ. രാവിലെ എല്ലാം ഒന്ന് പെറുക്കി കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്തതാണ്. നല്ല പ്രോട്ടീനാണ് സാധനം. അപ്പോൾ അതിനെ നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ 5 ബക്കറ്റുകളുണ്ട്. ആ ബക്കറ്റിലെ എല്ലാം ഒരാഴ്ച അങ്ങനെ പുഴുവിനെ കളക്ട് ചെയ്യാനായിട്ട് വയ്ക്കും. അത് കഴിഞ്ഞേച്ച് ഇതിനെ നമ്മളെടുത്ത് നെക്സ്റ്റ് വീക്കിൽ ഇതിനെ എടുത്ത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ വിരിച്ചിട്ട് ട്രൈക്കോഡർമ ചേർത്ത് മൂടി വയ്ക്കും. ശകലം വെള്ളവും തളിച്ച് മിക്കവാറും അത് വെറ്റായിരിക്കും, ഒത്തിരി വെറ്റല്ല, പുട്ടുപൊടി പോലെ. എന്നിട്ട് അതിനെ നമ്മൾ ട്രൈക്കോഡർമ 1 കിലോ ചേർത്ത് 1 കിലോയോ 2 കിലോയോ ചേർത്ത് നമ്മൾ അതിനെ ഇളക്കിയിട്ട് കഴിയുമ്പം ഇത് 2 ആഴ്ച കഴിഞ്ഞുള്ള ഇതാണ് കോഴിക്കാഷ്ടമാണ്. ഇപ്പം ഇത് ചെടിക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ 4 പരുവായ വാഴകൾക്ക് ഇതിട്ട് കൊടുക്കുകയാണ് ഞാനിപ്പം. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ശകലം കുമ്മായം, കാൽസ്യത്തിന് വേണ്ടിയിട്ട് കുമ്മായം ഒക്കെ ചേർത്ത് ഈ കുമ്മായം. പിന്നെ ഇതുണ്ട്, അയർ എന്നും പറഞ്ഞൊരു പൗഡറുണ്ട്. അയർ എന്ന് പറഞ്ഞാൽ അയർ കണ്ടോ, ഇത് അയറാണ്. ഒരു പാക്കറ്റിന് 1 കിലോയ്ക്ക് 70 രൂപയാണ്. കേരള കാർഷിക സർവകലാശാല ഉണ്ടാക്കിയെടുത്ത വളമാണിത്. ഇതിൽ ഫോസ്ഫറസും സിങ്കും ബോറോണും ഒക്കെ കൂടുതൽ മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്.
അതുകൊണ്ട് സദാനന്ദപുരം കൊട്ടാരക്കര വിജ്ഞാന കേന്ദ്രം കൊല്ലം. ഇത് അവർ കൊല്ലത്തുനിന്ന് എന്നാ ട്രിവാൻഡ്രത്തു നിന്നാണ് എന്നാ വെള്ളയാണി കാർഷിക കോളനിയിൽ നിന്നാണിത് എന്നാ കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ പോയി അത് മേടിച്ച് അവർക്ക് എല്ലാ ഇതുമുണ്ട്, ട്രൈക്കോഡർമ, സ്യൂഡോമോണസ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പം അത് നമുക്ക് 70 രൂപയ്ക്ക് കിട്ടും. പിന്നെ ചില വളങ്ങൾ നമുക്ക് ട്രൈക്കോഡർമയൊക്കെ നമ്മുടെ വയനാട് പഞ്ചായത്തിൽ പകുതി വിലയ്ക്ക് 50% ഓഫറിൽ കിട്ടും. അപ്പം പിന്നെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ 200 രൂപയ്ക്ക് ട്രൈക്കോഡർമ വാങ്ങിക്കുകയാണെങ്കിൽ അതിന് 40 രൂപയാണ്. അപ്പോൾ 1 കിലോ എന്ന് പറയുമ്പോൾ 250 × 4000 1 കിലോ. 1 കിലോയ്ക്ക് പിന്നെ 14 പിന്നെ 160 രൂപയാവും. പക്ഷേ നമുക്കത് പിന്നെ ഇവിടുന്ന് പിന്നെ നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് പകുതി വിലയ്ക്ക് കിട്ടും. അപ്പോൾ അതല്ലേ ലാഭം. അങ്ങനെ ഈ കഴിഞ്ഞ മാസം തൊട്ട് ഞാനത് വാങ്ങിക്കാൻ തുടങ്ങും. കഴിഞ്ഞ മാസമല്ല, ഞാൻ നേരത്തെ തൊട്ട് മേടിക്കുന്നുണ്ട്. കടകളിലെ വ്യത്യാസം കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് മേടിക്കുന്നത്. മാസത്തിലൊരിക്കൽ അവർക്കൊരു പിന്നെ ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൽ നമുക്ക് വേണ്ട വളങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അത് വാങ്ങിക്കാം. ചിലതെല്ലാം 50%, ചിലത് അയറൊക്കെ അവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അടുത്ത് തന്നെ. വന്നാൽ തന്നെയും അത് 70 രൂപ വെച്ച്, അതിന് സബ്സിഡി ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ മേടിച്ചിട്ട് കൊണ്ടുവന്ന് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് ഇത് ഏകദേശം 2 ആഴ്ച പുറത്തായി. അപ്പോഴേക്ക് ഈ വളം എത്ര മനോഹരമായിട്ടിരിക്കുന്നു കണ്ടോ. നമ്മൾ നേരെ കൊണ്ടുപോയി പിന്നെ വാഴയുടെ ചോട്ടിലൊക്കെ ഇട്ട് മുമ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചൂട് കാരണം വാഴയെല്ലാം അങ്ങ് ചീത്തയായി. പക്ഷേ ഈ അയറും ഇതുപോലെയൊക്കെ കോഴിവളമൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം അതിൻ്റേതായ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ തുടങ്ങി. നമുക്ക് ഏതാണ്ട് വാഴയിലെല്ലാം കൊലയൊക്കെ പിടിച്ച് നിൽക്കുന്നതാണ്ടാ. എത്ര വാഴ കുലച്ച് നിൽക്കുന്നത്, 4 വാഴ ഒരേപോലെ സൂം ചെയ്ത് നോക്കിയാൽ കാണാം. 4 വാഴകൾ കുലച്ച് നിൽക്കുന്നത്. എനിക്ക് പണ്ട് അത്രയും കൊലകൾ കിട്ടത്തില്ലായിരുന്നു. എപ്പോഴും ഒടിഞ്ഞ് വീഴുകയും മണ്ടപ്പുഴുവും അതും ഇതുമൊക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ ഉപയോഗിക്കുന്ന പൈസ വെറുതെ പോകുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എന്തായാലും ഇതാണ്ട എൻ്റെ വാഴത്തോട്ടമാണിത്. ഈ കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള വാഴത്തോട്ടമാണിത്. കണ്ടോ, അവർ ബാനറൊക്കെ വെച്ച് എന്നെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അതൊക്കെ കാണിച്ച് തന്ന് എന്നെക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്ത് ഇതിൻ്റെ കുറവുകളൊക്കെ പറഞ്ഞ് ഇലകൾക്കൊക്കെ വാട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരങ്ങളെല്ലാം പറഞ്ഞു തന്ന് എന്തായാലും ഇപ്രാവശ്യം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കുറേ കൊലകൾ കിട്ടി. ഈ ഓണത്തിന് കൊടുക്കാനും അത് കഴിഞ്ഞും വളരെ കുറച്ച് 1-2 വാഴകളെ പോയുള്ളൂ, ബാക്കിയെല്ലാം കുലച്ച്. അതുകൊണ്ട് അല്പം സന്തോഷമുണ്ട്, അല്പമല്ല ഒത്തിരി സന്തോഷമുണ്ട്. അപ്പം നമുക്ക് ഈ കോഴിക്കാഷ്ടം പിന്നെ എങ്ങനെ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ്. വാഴയിൽ നിന്ന് വരുന്ന ഏത്തയ്ക്ക നമ്മൾ കഴിക്കും, വാഴയില നമ്മൾ കോഴിക്ക് കൊടുക്കും, പിണ്ടി നമ്മൾ കഴിക്കും, കോഴിക്ക് കൊടുക്കും. അപ്പോൾ എല്ലാം റൗണ്ട് ദ ക്ലോക്ക് തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞ് ഇതിലോട്ട് തന്നെ അതിൻ്റെ വളം തിരിച്ചും. അപ്പോൾ കോഴി ഈ തിന്നുന്ന കോഴി അതിൻ്റെ കാഷ്ടം നമ്മൾ നേരെ ഇതിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വലിയ നഷ്ടം വരുന്നില്ല. അല്ലെങ്കിൽ ചാണകം വാങ്ങിക്കാനാണെങ്കിൽ ഒരു പാക്കറ്റിന് ഡെക്കിൻ്റെ 10 കിലോ ചാണകത്തിന് ഉണക്കച്ചാണാന് 200 രൂപയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രമാത്രം വളം ഇവിടെ ഈ വാഴത്തോട്ടത്തിൽ ഉപയോഗിക്കണം. അപ്പോൾ അതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ ഇതിൽ കുറച്ച് അയറും പിന്നെ 2 നീം കേക്ക്, പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇതാണ്ട് ഇപ്പം ഞാൻ ഇട്ടതാണ്. അതെല്ലാം ഒരു പാക്കറ്റിലെ ചെയ്തു, അത് ഓൾറെഡി കഴിഞ്ഞു. നമുക്ക് 10-250 വാഴയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 100 വാഴയ്ക്ക് ഇന്ന് വളവിടാനുള്ളതാണ്. അപ്പം ഞാൻ ഇത് കഴിഞ്ഞു ഓൾറെഡി, അടുത്തത് തുടങ്ങി. ഇത് രണ്ടും കഴിയുമ്പം ഞാൻ ഇട്ട് കഴിയുമ്പോൾ ഞാൻ വീണ്ടും ഈ ബക്കറ്റിലെ പുഴുവെല്ലാം തീർന്ന് കഴിയുമ്പോൾ ഞാൻ അതിനെ എടുത്ത് പിന്നെ ഇവിടെ ഈ പ്ലാസ്റ്റിക് കവറിൽ പിന്നെ ഇട്ടിട്ട് പിന്നെയും ശകലം വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് പുട്ടുപരുവത്തിലാക്കിയിട്ട് ട്രൈക്കോഡർമ ഇട്ട് പിന്നെ സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ ഈ കാര്യങ്ങൾ പിന്നീട് പിന്നെ വീണ്ടും തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമുക്ക് ഒത്തിരി പൈസ കൃഷിക്ക് വേണ്ടി ചിലവാക്കണ്ട. പിന്നെ പൈസ കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ച് പിന്നെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. നമ്മൾ ഇത്തിരി മെനക്കെട്ട
ഇത്തിരി സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളങ്ങ് കണ്ടില്ല എന്ന് നടിക്കണം. അല്ലെങ്കിൽ നമുക്കത് പിന്നെ നമുക്കിത് ചെയ്തേ പറ്റൂ. ചെയ്താലേ നമുക്ക് അതിൻ്റേതായ ബെനിഫിറ്റ് കിട്ടും. വാഴക്കുല വിറ്റാലും ഇവിടെ വലിയ ബെനിഫിറ്റൊന്നുമില്ല. ഇടത്തരക്കാരും ഇടനിലക്കാരും കടക്കാരും എല്ലാവരും കൂടെ നമ്മളെ പറ്റിക്കുക. നാട്ടുചന്ത ഉണ്ട്, അവർക്ക് ഏത്തം മാത്രം മതി. അല്ലാത്ത പൂവൻ വാഴയും അതും ഇതുമൊക്കെ ഒന്നും കടയിൽ ഒട്ടും ചിലവാകില്ല. വലിയൊരു കൊല കൊടുത്താൽ 250 രൂപ കഷ്ടിച്ച് കിട്ടും. എന്ന് വെച്ചാൽ ഇടനിലക്കാർ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ട് കൊണ്ടുപോകുന്നതിന് പിന്നെ ഈ കടക്കാര നമ്മളെ അറുത്ത് മുറിച്ചാണ് നമുക്ക് കാര്യങ്ങൾ തരുന്നത്. എത്ര നല്ല പഴമാണ്, അത് പഴുത്തിട്ടൊന്ന് തിന്ന് കഴിഞ്ഞാൽ അറിയാം എത്ര മധുരമാണ്, എത്ര വിഷമില്ലാത്ത നല്ല ഇത് എന്തോ പഴമാണ് നമുക്ക് തിന്നാൻ കിട്ടുന്നത്. കഷ്ടപ്പെടുന്ന കർഷകൻ വെറുതെ ഒന്നും കിട്ടാതെ ഇച്ചിരി പൈസ 250 രൂപ വലിയ വിലയ്ക്ക്. ഏതും പച്ചച്ചിങ്ങനാണെങ്കിൽ ഒട്ടും വിലയില്ല. ഞാലിപ്പൂവനും അതുപോലെ വിലയില്ല. ഏത്തനെ പിന്നെയും നമ്മൾ ചോദിക്കുന്ന നാട്ടുചന്തയിൽ ഏത്തൻ പോവും. അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങിച്ചുകൊണ്ട് പോകും. പിന്നെ ഇപ്പോൾ ഓണച്ചന്തയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, അവിടെയും വലിയ തിരക്കേടില്ലാതെ കിട്ടും. അങ്ങനെ അപ്പം നമ്മുടെ മനസ്സിൻ്റെ ഒരു സന്തോഷത്തിന് നമ്മൾ എല്ലാ ദിവസവും ഇരുന്ന് TV കണ്ട് സീരിയലും കണ്ട് ആ സന്തോഷം നമുക്ക് ശരീരസുഖം തരത്തില്ല. മനസ്സിൽ വിഷമവും അതും ഇതും കാണുമ്പോഴും ഒക്കെ ഓർത്തും ചിന്തിച്ചും ഒക്കെ നമ്മൾ വെറുതെ സമയം കളയുന്നു. അതിൽ നല്ലത് പറമ്പിൽ, നമ്മുടെ ഉള്ള പറമ്പിൽ ഒരിത്തിരി അല്പനേരം അധ്വാനിച്ചാൽ, അല്പനേരം അല്ല, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. 7:30 തുടങ്ങുന്നത് വൈകിട്ട് 6:30 വരെ എങ്കിലും ഞാൻ ജോലി ചെയ്യുന്നുണ്ട്. ഓരോന്നായിട്ട് തീറ്റ കൊടുക്കലും അതും ഇതും പുല്ല് പറിക്കലും. മഴക്കാലത്ത് മുഴുവൻ പുല്ലാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് ഒത്തിരി പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട്. പടവലം, ഇത് പച്ചമുളക്, തക്കാളി, വെണ്ട ഒക്കെ നമുക്കുള്ള ദിവസം കഴിക്കാനുള്ളത് നമുക്ക് നമ്മുടെ വീട്ടിൽ കിട്ടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഇത്തിരി അധ്വാനിച്ചാൽ, ഇത്തിരി വേണമെന്ന് വെച്ചാൽ, മനസ്സ് വെച്ചാൽ നമുക്ക് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. എല്ലാം നമുക്ക് സാധ്യമാണ്. അതുകൊണ്ട് മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന്, എൻ്റെ ആരോഗ്യം ഷുഗർ ഉള്ളതുകൊണ്ട് ഇത്തിരി കുറഞ്ഞിരിക്കുക. എന്നാൽ പോലും എനിക്ക് ബോറടിയില്ല. ഇതെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഞാനങ്ങ് മുന്നോട്ട് പോകുന്നു. ആശുപത്രിയിലൊന്നും കിടക്കേണ്ട അവസ്ഥകളൊന്നുമില്ല. അതുതന്നെ നമ്മളിങ്ങനെ ഓടി നടക്കുന്നതുകൊണ്ടാണ്. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ മറ്റ് കാര്യങ്ങളുമായിട്ട് വരുന്നതുവരെ നന്ദി, നമസ്കാരം. എൻ്റെ മൊബൈൽ നമ്പർ 8547577169. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. എല്ലാവരും ഒന്ന് സഹകരിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണേ. ഒത്തിരി പേര് കാണുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. പ്ലീസ് അങ്ങനെ ഓരോരുത്തരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാലല്ലേ എല്ലാവരും മുന്നോട്ട് വരത്തുള്ളൂ. അപ്പം നമുക്ക് അസുഖങ്ങളിൽ നിന്നെല്ലാം മാറി നിന്ന് ക്യാൻസറും കിഡ്നി അസുഖങ്ങളും ലിവറിൻ്റെ അസുഖങ്ങളും ബ്രെയിനിൻ്റെ അസുഖങ്ങളും എല്ലാം മാറ്റി നിർത്തി നല്ലൊരു ജീവിതശൈലി, രോഗമില്ലാത്ത ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് നമുക്ക് നമ്മുടെ കൃഷിത്തോട്ടത്തിലേക്ക് നമുക്ക് ഇറങ്ങി ജോലി ചെയ്യാം. ഓക്കെ, നന്ദി, നമസ്കാരം.